ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനം. 23-ാം സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ ആകത്തുക നമ്മൾ നോക്കിയാൽ ഒരു നല്ല ഇടയനായ നമ്മുടെ കാന്തനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അഥവാ ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യം അത് എല്ലാ കാലത്തും തൻ്റെ ഭക്തന്മാരോട് ഉണ്ട് എന്നുള്ളതാണ്. ആ ദിവ്യ സാന്നിധ്യം പഴയ നിയമ ഭക്തന്മാരോടും പുതിയ നിയമത്തിൽ നമ്മോടും ആ നല്ല ഇടയന്റെ സഹിത്വം സാന്നിധ്യം തന്ന് ഏതൊരു പ്രതികൂലത്തിലും ഏതൊരു പ്രതിസന്ധിയിലും നമ്മെ കരം പിടിച്ച് നടത്തുന്ന അനുഭവങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ യാക്കോബിന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. ചില കൗശലപരമായ നിലയിൽ താന് ജ്യേഷ്ഠാവകാശമൊക്കെ തട്ടിയെടുത്തു. എന്നാൽ അതിന്റെ ഫലമായിട്ട് സ്വന്തം നാട്ടിൽ നിൽക്കുവാൻ കഴിയാതെ താന് ബേർഷേബയിൽ നിന്ന് ഹാരാനിലേക്ക് ഏതാണ്ട് 400 മൈൽ ദൂരം ഓടുന്ന ഓട്ടമാണ് കാണുവാൻ കഴിയുന്നത്. ആ ഓട്ടത്തിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ രാത്രിയായി, സൂര്യൻ അസ്തമിക്കുന്നു. ഒരു കല്ല് തലയണയായി വെച്ച് താന് ഇങ്ങനെ അർദ്ധപ്രാണനായി കിടക്കുന്ന ആ അനുഭവം. ആ സന്ദർഭത്തില് ഇതാ താനൊരു ദർശനം കാണുകയാണ്. ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവേണി, എന്നാൽ അതിന്റെ അഗ്രം സ്വർഗത്തോളം എത്തി നിൽക്കുന്നു. അതിൽ കൂടി ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച താൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നത്തേതിൽ താന് ഇതാ തന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 28:14 നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. യാക്കോബിന്റെ ജീവിതത്തിൽ ചില കൗശലപരമായ നിലയിൽ താന് ചില അനുഗ്രഹങ്ങൾ തട്ടി എടുത്തു എങ്കിൽ തന്നെയും അതിന്റെ പരിണത ഫലമായിട്ട് താന് ഓടേണ്ടി വന്നു. എങ്കിലും ആ സർവശക്തനായ ദൈവം തന്നെ കൈവിടാതെ തന്നെ പരിപാലിക്കുന്ന അനുഭവമാണല്ലോ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ആ ദിവ്യ സാന്നിധ്യം ചിലപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ ചില ചെയ്തികളുടെ പരിണത ഫലം കൊണ്ട് ഓടേണ്ടി വരുന്നുണ്ട്. പലതും നഷ്ടവും കോട്ടവും സംഭവിക്കേണ്ടി വരുന്നുണ്ട്. ചിലപ്പോൾ സഭാ ശുശ്രൂഷയിൽ തന്നെ പലരും ശുശ്രൂഷ തികയ്ക്കുന്നതിന് മുൻപ് മറ്റ് പല സ്ഥലങ്ങളിലേക്ക് വാങ്ങിപ്പോകേണ്ടതായിട്ടും മറ്റുമൊക്കെ വരുന്നുണ്ട്. അതിന്റെ ആത്യന്തികമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കുറവുകളോ ബലഹീനതകളോ ഒക്കെ അതിന്റെ പിന്നിൽ സംഭവിച്ചത് കൊണ്ടായിരിക്കാം. ഇവിടെ യാക്കോബിന്റെ ജീവിതത്തിലും അങ്ങനെ വലിയ പരിശോധനയിൽ കൂടി താന് പോയെങ്കിലും കൈവിടാത്തവനായ ദൈവം തന്നോട് കൂടെ വന്ന് അരുളി ചെയ്യുന്ന അനുഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ സ്വർഗത്തോളം എത്തുന്നതാകുന്ന ഗോവേണി അത് മറ്റാരുമല്ല, യോഹന്നാന്റെ സുവിശേഷം 1:51 നഥനയേലിനോട് പറയുമ്പോൾ അവിടെ ഇപ്രകാരമാണ്: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്നും അവനോട് പറഞ്ഞു. അവിടെ യാക്കോബ് കണ്ടതായ ആ ഗോവേണി ഇവിടെ പറയുകയാണ്, അത് മറ്റാരുമല്ല, മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും. അതെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളിൽ പ്രതിസന്ധികളിൽ നമുക്ക് അത്താണിയായി ഈ ഗോവേണി എന്നും നമ്മോട് കൂടെയുണ്ട്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ, അതെ ഈ നല്ല ഇടയനായ കർത്താവിനോട് ചേർന്ന് നടന്നാൽ, അതെ നടക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുത്താൽ ഏത് പ്രതിസന്ധിയിലും കൈവിടാത്ത ആ ദിവ്യ സാന്നിധ്യം, ആ സഹിത്വം നമുക്ക് അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയും.
ആ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ കുറവുകൾ തിരുത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യാക്കോബിൻ ദൈവം ഇന്നും നമുക്കുള്ളവൻ, നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലും യേശാദിമ്മാനുവേൽ താൻ നടത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലും യേശാദിമ്മാനുവേൽ താൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ, എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ, അടിപ്പിണരാൽ അവൻ സൗഖ്യമാക്കി ഇന്നും ഇമ്മാനുവേലവൻ താൻ നടത്തിടുമേ. അടിപ്പിണരാൽ അവൻ സൗഖ്യമാക്കി ഇന്നും ഇമ്മാനുവേലവൻ താൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. സിയോൻ പ്രയാണികളെ ആനന്ദിപ്പിൻ, ദുഃഖവും നടുവീർപ്പും ഓടിടുവീ. നിത്യാനന്ദം നമ്മിൽ പകർന്നു നമ്മെയും ഇമ്മാനുവേലവൻ താൻ നടത്തി.